എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ കുച്ചിക്കാരനച്ഛനാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവാനുഭവത്തിൻ്റെ ഒരു മണിക്കൂറായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പാടിയാലോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളായി ഈ എപ്പിസോഡ് തീരട്ടെ. അതാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛനാണ്. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ അച്ഛൻ കൃപാസനത്തിലായിരുന്നപ്പോഴുള്ള ശുശ്രൂഷകളെ പറ്റിയും അർത്തിങ്കപ്പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നപ്പോഴും അതുപോലെ ഒറ്റമശ്ശേരി പള്ളിയിൽ വികാരിയായിരുന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് പറഞ്ഞുകൊടുക്കുന്നത്. നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളുണ്ട്. നമുക്കൊരു അച്ഛൻ്റെ ഒരു സുന്ദരമായൊരു ഗാനത്തോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ആരംഭിച്ചാലോ? തീർച്ചയായും. ഏത് പാട്ടാ അച്ഛാ പാടുന്നത്? തൂവള്ള ഓസ്തിയിൽ എന്നുള്ള ഒരു ഗാനമുണ്ട്. അത് ഞാൻ വട്ടയാലെ കൊച്ചച്ഛനായിട്ടിരുന്നപ്പോൾ ചെയ്തൊരു ഗാനമാണ്. അത് ആരാധന മുറിയിൽ പോയിരുന്ന് കോവിഡിൻ്റെ സമയത്താണ്. ആ സമയത്ത് കോവിഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ആരാധന മുറിയിൽ പോയിരുന്ന് എൻ്റെ ഇടവകയിൽ തന്നെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന അനിച്ചേട്ടന് വേണ്ടി ആ ചേട്ടൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ചേട്ടന് വേണ്ടി എഴുതി ഇതാണ്. അതിൻ്റെ ഈണം പകർന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ എൻ്റെ ഓർക്കസ്ട്രേഷൻ ആലപ്പി ജോസ് ചേട്ടനാണ് ഓർക്കസ്ട്രേഷൻ അത് ചെയ്തിരിക്കുന്ന ഗാനം. പിന്നെ ഇതാണ് അത് ക്രമീകരിച്ചതെല്ലാം. അപ്പോൾ ആ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. ജീവനേകും നാഥനാ കനിവായലിവാ കൃപയായി നിറവാ എൻ നാഥൻ അണഞ്ഞിടുന്നു, എൻ നാവിൽ അലിഞ്ഞിടുന്നു. ജീവൻ നൽകും എൻ നാഥൻ, സ്നേഹം ചൊരിയും കൃപയായി കുളിരാ പ്രഭയാ എന്നീ പുണർന്നു നിന്നിടുന്നിതാ. ജീവനേകും അപ്പമായി നാവിൽ വന്നു നീ നിറഞ്ഞു, എന്നെ നിൻ മകനാക്കണേ, എന്നുള്ളിൽ വാഴേണമേ. ഹൃദയം നിറയും നിൻ സ്നേഹം നീ തന്നിടണേ, അരികിൽ അരികിൽ നിരതം നീ വാണിടണേ. യേശുനാഥ സ്നേഹതാത, ജീവൻ നൽകും
എന്നാഥൻ സ്നേഹം ചൊരിയും കൃപയായി കുളിരാ പ്രഭയാ എന്നീ പുണർന്നു നിന്നിടുന്നിതാ. കാവലായി നീ കൂടെ നിന്നു, ഭീതിയെല്ലാം പോയി മറഞ്ഞു. നെഞ്ചോടു ചേർക്കേണമേ, നിൻ സ്വന്തമാക്കേണമേ. അലിവിൻ തീരാ സ്നേഹം നീ തന്നിടണേ, അരികിൽ അരികിൽ കൃപയായി നീ നിന്നിടണേ. യേശുനാഥ സ്നേഹതാത, വെള്ളമോസ്തിയിൽ ജീവനേകും നാഥനാ, കനിവായലിവാ കൃപയായി നിറവാ എന്നാഥൻ നനഞ്ഞിടുന്നു, എന്നാവിൽ അലിഞ്ഞിടുന്നു. ജീവൻ നൽകും എന്നാഥൻ സ്നേഹം ചൊരിയും കൃപയായി കുളിരാ പ്രഭയാ എന്നീ പുണർന്നു നിന്നിടുന്നിതാ. അലക്സാണ്ടർ അച്ഛാ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ടിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് കിട്ടുന്നൊരു ഗാനമാണ് അച്ഛൻ. അച്ഛൻ്റെ പാട്ടിനൊക്കെ ഒരു ആത്മീയ ശാന്തതയുണ്ട്, സുന്ദരമായിട്ടാണ് അച്ഛനത് നല്ല എന്ത് രസമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റി. അച്ഛൻ്റെ ഈ ബേസ് ടോണും ഹൈ ടോണും ഒക്കെ സുന്ദര. അവിടുത്തെ കനിവാ അവരിന്ന് പഠിക്ക കനിവായലിവായ് കൃപയായി നിറവായ് എന്നാഥൻ അണഞ്ഞിടുന്നു. വരികളും സംഗീതവും ആലാപനവും അച്ഛൻ തന്നെയായിരുന്നു. ആലാപനം ഞാനല്ല, വരികളും സംഗീതവും എൻ്റെതാണ്. ആലാപനം നമ്മുടെ ആലപ്പി ജോസ് ചേട്ടൻ്റെ അനിയനുണ്ട്, അനിച്ചേട്ടൻ എന്ന് പറയും. അപ്പോൾ ഞാൻ വട്ടയാൽ പള്ളിയിരിക്കുന്ന സമയത്താണ് അനിച്ചേട്ടനാണ് അവിടെ പാട്ട് പാടിക്കുന്ന ഒരു ക്യൂർ ലീഡർ. അപ്പോൾ അനിച്ചേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഏകദേശം അനിച്ചേട്ടൻ്റെ ശബ്ദം ഒരു കെസ്റ്ററിൻ്റെ ശബ്ദവുമായിട്ട് സാമ്യമുള്ളൊരു ശബ്ദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയൊരു ഗാനമാണ്. അനിച്ചേട്ടൻ അത് മനോഹരമായിട്ടത് പാടിയിട്ടുമുണ്ട്, നല്ല ഭംഗിയായിട്ട്. കുർബാന സ്വീകരണത്തിന് നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങളിൽ പാടാൻ പറ്റുന്ന മനോഹരമായ ഒരു സംഗീതം നന്നായിരിക്കും അച്ഛൻ, വളരെ സുന്ദരം. അച്ഛൻ നമുക്ക് അച്ഛൻ്റെ ദൈവവിളിയെ പറ്റി നമുക്കൊന്ന് കൂടുതൽ മതിയൊന്നും പറഞ്ഞില്ലായിരുന്നു. എൻ്റെ ദൈവവിളി അച്ഛൻ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അച്ഛനാകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. ചേട്ടനായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളല്ല. രണ്ടാമത്തത് ഈ പള്ളിയിൽ പോയിട്ട് ഓൾട്ടർ പോയിട്ട് നിന്നിട്ടുള്ള ഒരാളുമല്ല. ആകപ്പാടെ ഞായറാഴ്ച കുർബാനകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അപ്പനിങ്ങനെ പറയണത് മകൻ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൽ ആഗ്രഹമില്ല. +2 പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം വാസൻ എന്നാണ് പേര് അവൻ. അപ്പോൾ ഞാൻ ഈ ബ്രദർമാർ വന്നും പോകുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ +2 കഴിഞ്ഞ് ITA പഠിക്കാൻ വേണ്ടി അതിൻ്റെ ഫോമൊക്കെ കയ്യിലുണ്ട്. ആ ഗ്യാപ്പിലാണ്, ഒരു 2 ആഴ്ച ഗ്യാപ്പിലാണ് എൻ്റെ ചിറ്റപ്പനുണ്ട്, ഫ്രാൻസിസ് എന്ന് പറയും, കപ്പൂച്ചൻ അച്ഛനാണ്. അച്ഛൻ അവിടെ അരുണാചലിൽ സ്വന്തമായിട്ട് മിഷനൊക്കെ തുടങ്ങിയ ഒരു വൈദികനാണ്, നല്ല തീഷ്ണമുള്ളൊരു വൈദികനാണ്. അപ്പം അച്ഛനാണ് എൻ്റെ വന്നിട്ട് അപ്പച്ചൻ പറഞ്ഞിട്ടാണ്, അപ്പച്ചൻ പറഞ്ഞിട്ട് എന്നെ വന്ന് ക്യാമ്പിൽ കൂട്ടിക്കൊണ്ട് പോകണം. ക്യാമ്പിൽ പോയി സെലക്റ്റഡായി. പക്ഷേ ഒരു രൂപതാ വൈദികനാകാനായിരുന്നു കർത്താവ് എനിക്ക് നിയോഗം തന്നത്. പക്ഷേ ഇതിനിടയിൽ ഞാൻ സെമിനാറിൽ മൈനർ സെമിനാറിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പനെയും അമ്മേനെയും
ചേച്ചീനും അളിയനും എല്ലാവരും ഞാൻ വിളിച്ച് വരുത്തിയതാണ്, ബാഗൊക്കെ പാക്ക് ചെയ്തതാണ്. കാരണം ഒരു സമയത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അല്ലേ? ഒരു വർഷമല്ല, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ട് സമയത്ത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്, 3-ാമത്തെ വർഷം. അപ്പം ഈ സമയത്ത് പാക്കൊക്കെ ചെയ്ത് എല്ലാവരെയും വിളിച്ച് വരുത്തി, വീട്ടിലെല്ലാവരും വന്നു. അപ്പം അന്ന് എൻ്റെ പ്രീഫെക്റ്റ് അച്ഛനാണ്, അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, ബ്രദർ പൊയ്ക്കോ, പക്ഷേ ബ്രദർ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചാപ്പലിൽ കുറച്ച് നേരം പോയിരുന്നു, കുറേ നേരം ഇരുന്ന് കരഞ്ഞു, എനിക്കറിയില്ല, കുറേ നേരം ഇരുന്ന് കരഞ്ഞു. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ അപ്പനോട് അമ്മയോട്, നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ വരാം, പിന്നീട് എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ വന്നതുകൊണ്ട് അന്ന് സമാധാനിപ്പിച്ചൊക്കെ വിട്ടു. അതിനുശേഷം വീണ്ടും എനിക്ക് ഒരു സംശയമുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് പഠിക്കുന്ന സമയത്ത് ചില സംശയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു സംശയം, ഇതൊക്കെ ഉണ്ടോ, ദൈവം ഉണ്ടോ, അങ്ങനത്തെ ഒരു തലത്തിലോട്ട് ഞാൻ പോയിരുന്നു. ദൈവം ഉണ്ടോ, ഇതൊക്കെ സത്യമാണോ, പിന്നെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ടും അങ്ങനെ ഒരു സമയത്ത് ഡൗട്ടുണ്ട്. അപ്പോഴും ഞാൻ അവിടെ നമ്മുടെ കൊയർ ലീഡ് ചെയ്യുന്ന ഞാനാണ് മൈനസ് സെമിനാറിയിൽ. അപ്പോൾ നമ്മുടെ മായിത്തറ പള്ളിയുണ്ട്, അവിടെ വിശുദ്ധവാരമൊക്കെ വരുമ്പോൾ ബ്രദർമാരാണ് ലീഡ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെയും കൂട്ടി അത് ചെയ്യണത്. അപ്പോൾ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടിരിക്കുന്ന സമയമാണ്. മനസ്സിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ല, ദൈവമാണോ അതെ ജീവിതം ഇതാണോ ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയായിരുന്നു. അത് പുറത്തോട്ടിറങ്ങിയ സമയത്ത് ഒരു ഒമിനി വാൻ വന്നു, ഇടിച്ചു. വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതായത് വളരെ ശരിക്കും ശരീരം മൊത്തം വല്ലാത്ത രീതിയിലായിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഈ വണ്ടിക്കടി കിടക്കുന്ന സമയത്ത് വെച്ചാൽ വണ്ടിയുടെ അടിയിൽ കിടക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് ശ്വാസം എടുത്ത് എനിക്ക് കിട്ടുന്നില്ല, രണ്ടാമതും എടുത്ത് കിട്ടുന്നില്ല, 3-ാമത് തവണ ഞാൻ ഈ ശ്വാസം എടുക്കുമ്പോൾ ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോകുന്നു ഞാൻ ചിന്തിച്ചു. കാരണം അത്രത്ത് ഒരു ബുദ്ധിമുട്ടായി. ഓമിനിയുടെ അടിയിലായിപ്പോയി. സൈക്കിളുണ്ടായിരുന്നു, സൈക്കിള് പോയി, അതിൻ്റെ മുകളിൽ ഞാൻ വീണു, അതിൻ്റെ മുകളിൽ ഓമിനി കയറിയിട്ട് കുറച്ചധികം വലിച്ചിട്ടൊക്കെ പോയാണ്. ശ്വാസം എടുക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ആ സമയത്ത് നമുക്കറിയില്ല, ആ സമയത്ത് ഞാൻ വിളിക്കണത് എൻ്റെ കർത്താവേന്ന് ഞാൻ വിളിക്കണം. എൻ്റെ കർത്താവേന്ന് വിളിക്കുന്ന സമയത്താണ് എനിക്ക് ശ്വാസം കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്, ഈസ് ഇറ്റ് റിയൽ അങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. അത് ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് ഉണ്ടെന്ന് ഉറപ്പിക്കുന്നത് അവിടെയാണ് എൻ്റെ ദൈവവിളിയുടെ ഒരു ഉറപ്പെനിക്ക് കിട്ടുന്നത് അവിടുന്ന്. പിന്നീട് ഇതുവരെ ഈ നിമിഷം വരെ ആ കർത്താവിനെ ഞാൻ കൈവിട്ടിട്ടില്ല. അത് എവിടെയാണേലും എന്താണേലും എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, നമുക്കറിയില്ല, നമ്മളുടെ ആരുടെയും കാരണങ്ങൾ നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തുള്ളിടത്തോളം കാലം കർത്താവിനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാന ശ്വാസം വരെ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ദൈവത്തെ കൊടുക്കുന്നതിൽ ഒത്തിരി സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ദൈവവിളി ഭയങ്കരമായിട്ട്, ഇപ്പോൾ ദൈവവിളിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ കണ്ടാൽ ഹായ്, ജസ്റ്റ് ഹായ് ആണ് പറയണത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാനായിട്ടുള്ള ആ ഒരു സാധനം എവിടേക്കോ മങ്ങിമറിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോമിശിഹായെ സ്തുതിക്കും, കർത്താവാണ് മഹത്വപ്പെടുന്നത്. സ്കൂളിൽ കുട്ടികൾ ഈശോമിശിഹായെ സ്തുതിക്ക് പകരം ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവരും, അങ്ങനെ ചെയ്യും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് പലതും ഒരു ഞാനിപ്പോ അത് അങ്ങനെ കൊടുത്തു തുടങ്ങി. അത് പലതും ഇപ്പൊ ഇതൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അച്ഛന്മാരായാലും സന്യസ്തരായാലും കണ്ടു കഴിഞ്ഞാലും മാതാപിതാക്കളെ ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് തന്നെ പറയാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു വൈദികൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ആ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും ഒരിക്കലും ഒളിമങ്ങാതെ നിൽക്കുന്നൊരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് അച്ഛന്മാരുണ്ടാകണം, നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടാകണം. ഇപ്പോഴൊക്കെ നമ്മുടെ കോൺഗ്രേഷൻ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ തിരക്കി നടക്കുകയാണ്. കുഞ്ഞുങ്ങൾ തിരക്കി നടക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ദൈവവിളികൾ ഉണ്ടാകാനായിട്ട് എല്ലാവരും കുടുംബ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വൈദികരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവവിളിയെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ ദൈവവിളികൾ ഒത്തിരി ഉണ്ടാകണം. വളരെ വളരെ തീഷ്ണത ഉണ്ടായിരുന്നു അച്ഛൻ്റെ വാക്കുകൾ. അപ്പോൾ പ്രിയമുള്ള അലക്സാണ്ടർ അച്ഛൻ്റെ വാക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദൈവവിളിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയമുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഇത് കേൾക്കുന്ന എല്ലാവരോടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛാ, നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. യെസ്, താങ്ക് യു. കർത്താവേ
കർത്താവേ, നീ എൻ്റെ പ്രാണനെ കാക്കുന്നവൻ, എൻ്റെ ഭാരം വഹിക്കുന്നവൻ. യേശുവേ, നീ എൻ്റെ പാതയെ നയിക്കുന്നവൻ, എന്നിൽ സ്നേഹം ചൊരിയുന്നവൻ. യേശുവേ, യേശുവേ, എന്നിൽ വന്നണയേണമേ. യേശുവേ, യേശുവേ, എന്നിൽ വന്നണയേണമേ. കർത്താവേ, നീ എൻ്റെ പ്രാണനെ കാക്കുന്നവൻ, എൻ്റെ ഭാരം വഹിക്കുന്നവൻ. സ്നേഹനാഥനാ വന്നു വാഴുകേ, ജന്മം ധന്യമാ. വന്നിടണേ, എന്നിൽ വാണിടേണമേ, ജീവിതഭാരം നീ മാറ്റേണമേ. വന്നിടണേ, എന്നിൽ വാണിടേണമേ, ജീവിതഭാരം നീ മാറ്റേണമേ. യേശുവേ, യേശുവേ, എന്നിൽ വന്നണയേണമേ. യേശുവേ, യേശുവേ, എന്നിൽ വന്നണയേണമേ. കർത്താവേ, നീ എൻ്റെ പ്രാണനെ കാക്കുന്നവൻ, എൻ്റെ ഭാരം വഹിക്കുന്നവൻ. ജീവനേകുമെൻ ദിവ്യഭോജ്യമാ താങ്ങിടേണമേ, കാത്തിടേണമേ. ഉണർവേകണേ, എന്നിൽ വാസമാകണേ, കുളിർമഴയായി എന്നിൽ പെയ്തിടണേ. ഉണർവേകണേ, എന്നിൽ വാസമാകണേ, കുളിർമഴയായി എന്നിൽ പെയ്തിടണേ. യേശുവേ, യേശുവേ, എന്നിൽ വന്നു
വന്നണയേണമേ യേശുവേ യേശുവേ എന്നിൽ വന്നണയേണമേ കർത്താവേ നീ എൻ്റെ പ്രാണനെ കാക്കുന്നവൻ എൻ്റെ ഭാരം വഹിക്കുന്നവൻ. അലക്സാണ്ടർ അച്ഛാ, പ്രത്യേകിച്ച് വിശുദ്ധവാര ദിനങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നമുക്ക് ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വിലപിച്ച് ആലപിക്കാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന വളരെ സുന്ദരമായ ഗാനം. അച്ഛൻ അസാധ്യമായിട്ട് അച്ഛൻ പാടിക്കണം. വളരെ സുന്ദരമായിരിക്കും. ഈ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം അച്ഛൻ. ഈ പാട്ടിൻ്റെ ഞാൻ സെമിനാറായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജസ്റ്റ് ഒരു ട്യൂണിങ്ങിന് വന്നപ്പോൾ ഞാൻ കർമ്മൽഗിരി സെമിനാറിലാണ് പഠിച്ചത്, ആലുവ. അപ്പോൾ അവിടെ മെയിൻ ചാപ്പലിൽ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ഒരു ട്യൂൺ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാടിയപ്പോൾ അന്ന് ഞങ്ങളുടെ സാക്രിസ്റ്റിനായിട്ട് നിൽക്കുന്നത് വിജയപുരം രൂപതയിലെ സെബാസ്റ്റ്യൻ തെക്കത്തശ്ശേരി അച്ഛനാണ്. അതായത് ഞങ്ങളുടെ സീനിയറാണ്. ഞങ്ങൾ തെക്കൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ മോനെന്ന് വിളിക്കുള്ളൂ. മോനെ കൊള്ളാലോടാന്ന് പറഞ്ഞു. അതുപോലെ നീ അത് പാട്ടാക്കണം, നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ആ ട്യൂൺ ഉണ്ടായിരുന്നത്, അന്ന് മനസ്സിലുണ്ടായിരുന്നത് വൈദികന് ശേഷമാണ്. പിന്നെ ഞാനത് അന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് പിന്നീട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ഈണം ഉണ്ടായിരുന്നെങ്കിലും ആ വരികളൊക്കെ എഴുതിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് പാടിയിരിക്കുന്നത് നമ്മളുടെ കൊച്ചി രൂപതയിലെ വിപിൻ ജോർജ് അച്ഛനാണ്. അതായത് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ വോയിസിലൊക്കെ പാടി ഫേമസ് ആയിട്ടുള്ള അച്ഛനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജൂനിയറായിട്ട് ഞാൻ കൊയർ മാസ്റ്ററായിട്ട് ആലുവയിലുള്ളപ്പോൾ അച്ഛൻ ജൂനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അതുപോലെ നല്ല സ്നേഹബന്ധമുണ്ട്. അങ്ങനെ അച്ഛനോട് ഞാൻ വിളിച്ചിട്ട് ഈ പാട്ടിൻ്റെ കാര്യം പറയുക, അച്ഛൻ്റെ വരികയും ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ എവിടെ വെച്ചായിരുന്നത്? ഇത് ചെയ്തതും ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഓഡിയോ മാക്ടിസ്റ്റ് വെച്ച് തന്നെയാണ് ചെയ്തത്. ഏത് വർഷം? അതായത് പട്ടം കഴിഞ്ഞിട്ടുള്ള 2017 ഇത് നടക്കുന്നത്. അപ്പോൾ ബ്രദറാണ്, ബ്രദറായിട്ട് നിൽക്കുന്ന സമയം പുള്ളി വന്നു. ഞാൻ ചെയ്തത് ഇത് സീൽ ചെയ്ത പാട്ടാണ്. പക്ഷേ പുള്ളിക്കാരനെ ബിബിനച്ഛൻ്റെ കാര്യം അറിയാലോ, ബിബിനച്ഛന് ടോപ്പ് വെർഷനെ നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പം അച്ഛൻ അത് ഒരു നോട്ടൂടെ കയറ്റിയാണ് പാടിയത്. അപ്പം ഞാൻ ഈ പാട്ടിറക്കിയതിന് ശേഷം എനിക്കൊന്ന് പള്ളിയിൽ പാടാന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് പാടുക എന്ന് പറഞ്ഞാൽ ഇതിൽ അച്ഛൻ പാടിയ പിച്ചിൽ പാടി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഹൈ നോട്ട്സ് വളരെ കംഫർട്ടാണ്. അത് ഇപ്പം ഞാനിപ്പോൾ ഈ പാടിയ വെർഷൻ ഇത് ഒരു നോട്ട് കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ പാടിയിരിക്കുന്നത്. പക്ഷേ ഡിയിൽ കയറി പാടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും എനിക്ക് എത്തിക്കിട്ടത്തില്ല, എൻ്റെ ശബ്ദമായിട്ട് അത് എത്തിക്കിട്ടത്തില്ല. അപ്പം എനിക്കും കിട്ടില്ല. അത് അസാധ്യമായിട്ട് വിപിനച്ഛൻ അതിനെ പാടി ഭംഗിയാക്കിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് അത് പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഇത് 3ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ എപ്പിസോഡ് ഏകദേശം ഇവിടെ തീരുകയാണ്. വളരെ വളരെ ഭംഗിയായിട്ട് പോയി. ഞാനിപ്പോൾ നമ്മുടെ അച്ഛൻ്റെ ഒരു പാട്ട്, അച്ഛൻ തന്നെ തന്ന ഒരു പാട്ട്, ഈ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നൊരു പാട്ടും, ആ ഒരു ഗാനം അച്ഛൻ തന്നെ ഇപ്പം നമുക്കൊന്ന് ആലപിച്ച് ഈ എപ്പിസോഡ് നമുക്ക് നിർത്താം. യെസ്. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കമാടുന്നൊരാരോമൽ ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാസനം നാദേ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കമാടുന്നൊരാരോമൽ ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാസനം നാദേ.
വാഗ്ദാന പേടകമമ്മ കേഴുന്നോർക്കെന്നെന്നും ആശ്വാസവും. വാഗ്ദാന പേടകമമ്മ കേഴുന്നോർക്കെന്നെന്നും ആശ്വാസവും. സഞ്ചരിച്ചെന്നെന്നും സാന്നിധ്യമേകുന്ന സ്വർലോകരാജ്ഞി നീ. കൃപാസനം നാദേ, കൃപാസനം നാദേ, കൃപാസനം നാദേ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കമാടുന്നൊരാരോമൽ ഞാൻ. ദൈവപിതാവിൻ പ്രിയപുത്രിയും പുത്രനാമേശുവിൻ അമ്മയും നീ. ദൈവപിതാവിൻ പ്രിയപുത്രിയും പുത്രനാമേശുവിൻ അമ്മയും നീ. പാവനാത്മാവിൻ പ്രിയമേറും മണവാട്ടി, പാവനാത്മാവിൻ പ്രിയമേറും മണവാട്ടി, സ്വർലോകരാജ്ഞി നീ. കൃപാസനം നാദേ, കൃപാസനം നാദേ, കൃപാസനം നാദേ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കമാടുന്നൊരാരോമൽ ഞാൻ. ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാസനം നാദേ. വിപിനച്ച ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പാട്ടാണ് അത്. അച്ഛൻ ഇത്രയും മനോഹരമായിട്ട് പാടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അച്ഛൻ്റെ കൂടെ അച്ഛൻ പാടുന്ന സമയത്ത് ഞാനത് എൻജോയ് ചെയ്യുകയായിരുന്നു. അച്ഛൻ പാടുന്ന എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. സന്തോഷമായിട്ട് പരിശുദ്ധമ്മയുടെ ഗാനം വളരെ മനോഹരമായിട്ട് അച്ഛൻ പാടി. ഒന്നാമത് കൃപാസന മാതാവിൻ്റെ പാട്ടാണ്. അത് തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള കൃപയുണ്ടാകണം. താങ്ക് യു അച്ഛാ, ഒത്തിരി നന്ദി അച്ഛാ. പ്രത്യേകിച്ച് അത് വരികൾ എഴുതി സംഗീതം ചെയ്ത് ഒത്തിരി നാളായി ശരിക്കും നമ്മൾ ഈ പാട്ട് അല്ലെ ചെയ്യണമെന്ന് ഒരു 2 വർഷത്തിനടുത്ത് ഏകദേശം നമ്മുടെ ഉള്ളിൽ കിടന്ന പാട്ടാണ്. ജൂഡച്ചന്റെ മിസ് ചെയ്യുന്നുണ്ട് അച്ഛനെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. അച്ഛന്റെ മനോഹരമായ ഒരു പാട്ട് പാടാനായിട്ട് അവസരം കിട്ടി നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിലച്ഛൻ്റെ വിശേഷങ്ങളും മനോഹരമായ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും കൃപാസനത്തിലെ ശുശ്രൂഷകളെ പറ്റി, അർത്തുങ്കലെ കൊച്ചച്ഛനായിരുന്നപ്പോൾ അവിടെ ഇരുന്ന പാട്ടുകളെ പറ്റി, ഇപ്പോൾ ഒറ്റമശ്ശേരിയിലെ വികാരിയായിട്ട് വളരെ ഭംഗിയോടുകൂടെ അത് എല്ലാ രീതിയിലും ആ നാടിനെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അച്ഛൻ്റെ പ്രസൻസ് നല്ലൊരു എനർജിയായിരുന്നു. ഉള്ള കാര്യം പറയാൻ വളരെ സന്തോഷമായിരുന്നു. പ്രിയ കൂട്ടുകാരൻ കൂടിയാണ്. ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛ ശാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി വളരെ സ്നേഹത്തോടെ രേഖപ്പെടുത്തിയാണ് അച്ഛ. പുതിയ ഒരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും പുതിയ ഗാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടെത്താം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കമാടുന്നൊരാരോമൽ ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്ത
മുത്തം നൽകും എൻ്റെ അമ്മേ കൃപാസനം നാദേ. അമ്മ തൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കമാടുന്നൊരാരോമൽ ഞാൻ.